അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മഗ്‌രിബിന് ശേഷം നമ്മുടെ വീട്ടിൽ നിന്നും നാം പുറത്തു പോകരുത് എന്നതാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ നാം ആവശ്യത്തിന് മാത്രമല്ലാതെ പുറത്തു പോവുക. നമുക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യം വന്നാൽ നാം പുറത്തിറങ്ങണം. പക്ഷേ വെറുതെ നമ്മുടെ വീടിന്റെ പുറത്ത് ഇറങ്ങി നിൽക്കൽ അത് നല്ലതല്ല എന്നതാണ്. ശൈത്വാനിന്റെ ശർറ് ഉണ്ടാവാൻ കാരണമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചില മുസ്ലിം വീടുകൾ പരിശോധിച്ച് നോക്കിയാൽ അവിടുത്തെ ഉമ്മമാരും അല്ലെങ്കിൽ മക്കളൊക്കെ അവരെന്ത് ചെയ്യുന്നറിയോ, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ചിലപ്പോൾ മഗ്‌രിബ് നിസ്കാരം ഉണ്ടാവില്ല. അതുള്ളവരെ കുറിച്ചല്ല കേട്ടോ പറഞ്ഞത്. ചില ഏരിയയിൽ ചില ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. മുസ്ലിം വീടുകളിലെ ഉമ്മമാരും മക്കളും ഒക്കെ മഗ്‌രിബിന്റെ സമയമായി കഴിഞ്ഞാൽ അവരെല്ലാവരും സംസാരിക്കാൻ വേണ്ടി അവരുടെ സിറ്റൗട്ടിൽ വന്ന് വട്ടമേശ സമ്മേളനം നടത്തുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും മഗ്‌രിബിന്റെ സമയത്ത്, മഗ്‌രിബ് ഇശാഇന്റെ സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങരുത് എന്നതാണ്. ഒരുപാട് സ്ത്രീകൾ ഉണ്ട്. അങ്ങനത്തെ സ്ത്രീകളിലേക്കും കുട്ടികളിലേക്കുമാണ് ശൈത്വാനിന്റെ ശർറ് കൂടുതലായിട്ടുണ്ടാവുക. പുരുഷന്മാർക്ക് അത്ര അങ്ങ് ബാധിക്കില്ല. ഒരിക്കലും ആണുങ്ങളെ പെട്ടെന്ന് ബുദ്ധിമുട്ടാക്കുകയില്ല, സ്ത്രീകളെയും കുട്ടികളെയുമാണ്. അപ്പൊ ഈ സ്ത്രീകളും കുട്ടികളും മഗ്‌രിബിന്റെ സമയത്ത് പുറത്തിറങ്ങിയിരുന്നാൽ ശൈത്താനിന്റെ പോക്കുവരവ് നടക്കുന്ന സമയം, ശൈത്താൻ കൂടുതലായി ഇറങ്ങുന്ന സമയം, ആ സമയത്ത് നിങ്ങളിലേക്കും ശൈത്താനിന്റെ ശബ്ദം ഉണ്ടാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ മഗ്‌രിബിന്റെ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ വീടുകളിൽ പ്രകാശം തെളിയിക്കണം, ലൈറ്റ് ഇടണം. മാത്രവുമല്ല ബിസ്മി ചൊല്ലി വാതിലുകളെ കുട്ടിയടക്കണം എന്നതാണ്. വാതിൽ അടച്ചിടണം. മഗ്‌രിബിന്റെ സമയത്ത് ആരെയും പുറത്തിറക്കരുത്, ശൈത്താനിന്റെ ശർറ് ഉണ്ടാവും. അപ്പം പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അവരൊരിക്കലും പുറത്തു പോകരുത്. പുറത്തു പോവേണ്ട ആവശ്യം വന്നാൽ മാത്രം പുറത്തു പോവുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുക. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റുകളും ഖുർആനുകളുമായിട്ട് മുന്നോട്ട് പോവുക. അതില്ലാത്ത ഒരുപാട് വീടുകൾ ഇപ്പോഴും ഉണ്ട്. മഗ്‌രിബിന്റെ സമയമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സ്ക്രീൻ ഓൺ ആവുകയാണ്. അവിടെ സീരിയലുകളും അതുപോലെ സിനിമകളുമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, പണ്ട് കാലങ്ങളിലുള്ള വല്യമ്മമാരും ഉമ്മമാരും അന്നവര് മാലകളും മൗലൂദുകളുമായി മുന്നോട്ട് പോയവരാണ്. ഇക്കാലത്ത് വളരെയധികം മോശപ്പെട്ട രീതികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഗ്‌രിബിന്റെ സമയത്ത് പുറത്തിറങ്ങാതിരിക്കുക. നമ്മുടെ വീട്ടിൽ ശൈത്വാനിന്റെ ശർറ് ഉണ്ടാവുന്ന മറ്റൊരു മേഖലയാണ്, നമ്മൾ വീട്ടിലെ വളർത്തു മൃഗങ്ങളെ നാം ആലയിൽ തന്നെ കൊണ്ട് കെട്ടിയിടണം എന്നതാണ്. അവർക്ക് താമസിക്കേണ്ട, അവർക്ക് കിടന്നുറങ്ങേണ്ട ഒരു സ്ഥലം നാം എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പശുക്കളാണെങ്കിൽ, പോത്താണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ആടുമാടുകളാണെങ്കിൽ അവർക്ക് താമസിക്കേണ്ട ഒരു കേന്ദ്രം ഉണ്ടാവും. അവിടെ കൊണ്ടുപോയി അവരെ കെട്ടിയിടുക. അവരെ അലസമായിട്ട് അവരെ കഴിച്ചു വിടരുത് എന്നതാണ്. മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ കോഴികളും മറ്റുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് അതിന്റെ കൂട്ടിലേക്ക് എത്തിക്കുക എന്നതാണ്. അവരെ ഒരിക്കലും പുറത്തിടരുത്. അവരിലേക്കും ശൈത്വാനിന്റെ ശർറ് ഉണ്ടാവും എന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നാം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ശൈത്വാനിന്റെ ശർറ് ഉണ്ടാവുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ വീടുകളിലെ പാചകം ചെയ്യുന്ന പാത്രങ്ങളിൽ നാം തുറന്നിട്ട് കഴിഞ്ഞാൽ അതിൽ ശൈത്താൻ വരുമെന്നതാണ്. മറ്റ് ജന്തുക്കളുടെ വിഷങ്ങളും അതിൽ വരും. ഇതുപോലെ എലി പോലത്തെ കാര്യങ്ങളുടെ വിഷങ്ങളും അതിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാത്രം ഒരിക്കലും തുറന്നിടരുത്. തുറന്നിട്ട് കഴിഞ്ഞാൽ അതിൽ ശൈത്വാനിന്റെ ശർറ് ഉണ്ടാവുമെന്നും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, മഗ്‌രിബിന്റെ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശൈത്വാനിന്റെ ശർറിൽ നിന്നും നമുക്ക് രക്ഷയുണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.